ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു സിഡ്നി നെസ്റ്റ്. ഇത് കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ, ഒരു യാത്ര പോകാനുള്ള തിരക്കിലാണ്. എവിടേക്കാണെന്നറിയോ? ലൈബ്രറിയിലേക്ക്. അപ്പോൾ 17 മിനിറ്റ്സ് വാക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് നടക്കുകയല്ലേ. വെതർ ഇന്ന് വലിയ മോശമില്ലാത്ത വെതറാണ്. അത്യാവശ്യം ചൂടും ഇല്ല, തണുപ്പും ഇല്ല, ക്ലൗഡിയാണ്. നടക്കാൻ പറ്റിയ വെതർ. അപ്പോൾ നമുക്ക് മാപ്പൊക്കെ ഇട്ടിട്ട് മെല്ലെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങാം. വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള മടിയേ ഉള്ളൂ. ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞു വെച്ചാൽ പിന്നെ ഓക്കെയാണ്. പിന്നെ ഇങ്ങനെ തമാശയും ചിരിയും കളിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് അവസാനം ലൈബ്രറി എത്താറായി. കുറേ കാലത്തിന് ശേഷം കുറേ ആയിട്ട് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എന്തായാലും ലൈബ്രറിക്ക് പോകണം എന്നുള്ളത്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ലീവൊക്കെ ആയത് കാരണമാണ് ഇതൊന്നും ഒത്തു വന്നത്. നമ്മളങ്ങനെ നടന്ന് ലൈബ്രറി എത്തിയിരിക്കുകയാണ്. ലൈബ്രറി കാണിക്കും സിദ്ധാർത്ഥേ. ഇതൊരു കമ്മ്യൂണിറ്റി ഫങ്ഷൻ സെൻ്ററാണ്. പല ഫങ്ഷൻസും ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആണ് അവർ ലൈബ്രറിയും കൂടി കൊണ്ട് നടത്തുന്നത്. ഒരു കമ്മ്യൂണിറ്റി സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് വെൻറ്റ്വർത്ത് വില്ലിലൊരു ലൈബ്രറി, അതുപോലെ ഇതിൻ്റെ ചുറ്റും തന്നെ അടുത്തുള്ള സ്ഥലങ്ങളിൽ കുറച്ച് ബ്രാഞ്ചസ് ഉണ്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങളിവിടെ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓൺലൈനായിട്ട് ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊരു കാർഡ് കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലൈബ്രറി മൊത്തമായിട്ടൊന്ന് ആദ്യമായിട്ട് കാണുന്നത്. നല്ലൊരു സ്ഥലം തന്നെയാണ്. അത്യാവശ്യം കിഡ്സ് സെക്ഷൻ ഉണ്ടായിരുന്നു. ഫിക്ഷൻ വേണ്ടിയിട്ടുള്ള ആസ് യൂഷ്വൽ ലൈബ്രറിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ ബുക്സുകളും ഉണ്ടായിരുന്നു. ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കിഡ്സ് സെക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് ബുക്സായിരുന്നു. ടേം ഹോളിഡേയ്സ് ആയത് കാരണം കുട്ടികൾ അത്യാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അവരുടെ പാരൻസിൻ്റെ കൂടെ. പിന്നെ അത്യാവശ്യം ക്വയറ്റായ സ്ഥലമായിരുന്നു, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഒരുപാട് ബുക്സ് ഉണ്ടായിരുന്നു. ഇതിലെനിക്ക് വീണ്ടും അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹിന്ദി സെക്ഷനും തമിഴ് സെക്ഷനും ഗുജറാത്തി സെക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് നമ്മുടെ മലയാളം സെക്ഷൻ മാത്രം കണ്ടില്ല. ഞാൻ കുറച്ച് മലയാളം ബുക്സ് എങ്കിലും വായിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. അത്യാവശ്യം DVD സെക്ഷന് വേണ്ടിയിട്ട് തന്നെ വേറൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഹലോ, അപ്പം ഞങ്ങൾ ലൈബ്രറിയിൽ നിന്ന് തിരിച്ചെത്തി. സത്യം പറഞ്ഞു വെച്ചാൽ ഇത്രയും എളുപ്പമായിട്ട് നീ എന്തിനാ ചിരിക്കണേ? ഇത്രയും എളുപ്പമായൊരു രജിസ്ട്രേഷൻ പ്രോസസ്സ് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ ഡോക്യുമെൻസും വിസയുടെ കോപ്പിയും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞു വെച്ചാൽ ആകെ കൂടി വേണ്ടി വന്നത് ഞങ്ങളുടെ ഒരു ഫോട്ടോ ID കാർഡ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ ഒരു ലൈബ്രറി കാർഡ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതാ ഈ കാർഡിൽ നമ്മുടെ പേരും പിന്നെ അവർ ഇതിൽ ഇത്രയും ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം നമ്മൾ വെൻറ്റ്വർത്ത് വിൽ ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞു വെച്ചാൽ ഈ കാണുന്ന ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോയിട്ട് നമുക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യാം. എത്ര ബുക്സ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇഷ്ടമുള്ളത്ര ബുക്സ് എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ബുക്സ് ലേറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ഫൈൻ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ഫൈനൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ കാർഡ് ഇതങ്ങോട്ട് ബ്ലോക്ക് ചെയ്യുന്ന അവർ പറഞ്ഞു. അത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ബുക്സ് ഏതൊക്കെയാണ്? ഇതാ ഹോട്ട് ഡോഗ്, അത് സിദ്ധാർത്ഥിന് അല്ലേ? സിദ്ധാർത്ഥ നീ വായിക്കണം. ഇത് പിന്നെ ഒരു സ്പേസിനെ പറ്റിയിട്ടുള്ള ഫാക്ട്സ്, പിന്നെ ഒരു 2 ബുക്ക്. ലൈബ്രറിയിൽ പോയതല്ലേ, അത് കാരണം എനിക്ക് 2, സിദ്ധുവിന് 2. അപ്പം നല്ലൊരു കാര്യം ചെയ്തു. അപ്പം റീഡ് ചെയ്യുമല്ലോ? ചെയ്യും. അപ്പം ശരി, ബൈ.